നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധനവരവിന് വേണ്ടി ഒരുപാട് നാമങ്ങൾ നമ്മൾ ചൊല്ലാറുണ്ട്. എന്നാൽ ആ നാമങ്ങളൊക്കെ ചൊല്ലിയാലും പലർക്കും ധനവരവ് ഉണ്ടാകാറില്ല, അല്ലെങ്കിൽ എപ്പോഴും പണത്തിന് ബുദ്ധിമുട്ടായിരിക്കും. ഇന്ന് ധനവരവിന് വേണ്ടി ചൊല്ലുന്ന ഒരു നാമത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കനകധാര സ്തോത്രം, മഹാലക്ഷ്മി അഷ്ടകം, അഷ്ടോത്തരം ഇതൊക്കെ ചൊല്ലുന്നവരാണെങ്കിൽ പോലും അവർക്കും ഈ ഒരു നാമം ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നാമം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും എത്ര ദിവസമാണ് ഇത് ചൊല്ലേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ളി വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഐഫോൺ യൂസേഴ്സിന് ജോയിൻ ബട്ടൺ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കമന്റ് ബോക്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സൂക്തമാണ് ശ്രീ സൂക്തം എന്ന് പറയുന്നത്. മഹാലക്ഷ്മിയെ വർണ്ണിച്ചുകൊണ്ടുള്ള സൂക്തമാണ് ശ്രീ സൂക്തം. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ശ്രീ സൂക്തം ചൊല്ലുന്നത് വഴി. എന്നാൽ അത് കറക്റ്റായ രീതിയിൽ വേണം നമ്മൾ ചൊല്ലേണ്ടത്. ഇതിനായിട്ട് നമുക്കൊരു ഗുരു ഉപദേശമൊന്നും ആവശ്യവുമില്ല. നമുക്ക് സ്വയം പഠിച്ച് ചൊല്ലാൻ സാധിക്കുന്ന ഒരു സൂക്തമാണ് ഇത്. ശ്രീ സൂക്തത്തെ കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. നമ്മുടെ ഹിന്ദുയിസത്തിൽ 4 വേദങ്ങളാണുള്ളത്. അതിൽ ഋഗ്വേദത്തിലുള്ളതാണ് ശ്രീ സൂക്തം. ഋഗ്വേദത്തിൽ ഒരുപാട് സൂക്തങ്ങളുണ്ട്. അഗ്നി സൂക്തം മുതൽ ഐക്യമത്യ സൂക്തം വരെ ഒരുപാട് സൂക്തങ്ങളിൽ ഒന്നാണ് ശ്രീ സൂക്തം. പുരുഷ സൂക്തം, ഭാഗ്യസൂക്തം, അങ്ങനെ ഒരുപാട് സൂക്ത അർച്ചനകളൊക്കെ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഋഗ്വേദത്തിൽ നിന്നും ഉള്ളവയാണ്. ഇന്ന് ഞാൻ പറയുന്നത് ശ്രീ സൂക്തത്തിൽ നിന്നുള്ള 2 വരികളെ കുറിച്ചാണ്. ഈ 2 വരികൾ നമ്മൾ എങ്ങനെ ചൊല്ലിയാലാണ് നമുക്ക് ധനവരവ് ഉണ്ടാകുന്നത്, മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നമുക്ക് 18 പുരാണങ്ങളുണ്ട്. അതിൽ തന്നെ 18 ഉപപുരാണങ്ങളുമുണ്ട്. അതിലുള്ള ഒരു ഉപപുരാണത്തിലാണ് ഈ ഒരു 2 വരികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ 2 വരികൾ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് 18 ഉപപുരാണങ്ങളിൽ അവസാനത്തേതായിട്ടുള്ള ബൃഹദ്ധർമ്മ പുരാണത്തിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു നാമം നമ്മൾ 16 ദിവസമാണ് ഈ 2 വരികൾ ചൊല്ലേണ്ടത്. ഇത് ചൊല്ലുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ഡൗട്ട്, ഈ നാമങ്ങൾ തുടർച്ചയായി ചൊല്ലുമ്പോൾ നമ്മൾ നോൺ വെജ് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണോ ചൊല്ലേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. നോൺ വെജ് ഫുഡ് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എപ്പോഴും നാമങ്ങൾ ചൊല്ലുമ്പോൾ നോൺ വെജ് ഭക്ഷണങ്ങൾ എടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ നാമങ്ങൾ ചൊല്ലാൻ ശ്രമിക്കണം. കാരണം നമ്മൾ നോൺ വെജ് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു നാമം ആ ദിവസം ചൊല്ലുന്നതിനേക്കാൾ ഫലം നമ്മൾ രാവിലെ ഉണർന്ന് കുളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ചൊല്ലുന്നതിനാണ്. അതുകൊണ്ട് അങ്ങനെ ചൊല്ലാൻ ശ്രമിക്കുക. നമ്മുടെ പുരാണങ്ങളിൽ കൂവളമരത്തിന് കൊടുത്തിട്ടുള്ള ആ ഒരു പ്രാധാന്യത്തെ കുറിച്ച് നമുക്കറിയാം. കൂവള ഇലകൾ പരമശിവനെ സമർപ്പിക്കുന്നത് വഴി നമ്മുടെ പാപങ്ങൾ നീങ്ങിക്കിട്ടുമെന്നാണ്. ഒരേ ഒരു കൂവള ഇല സമർപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പുണ്യങ്ങളെ കുറിച്ചൊക്കെ ബിൽവാഷ്ടകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഹാലക്ഷ്മിക്കും നമ്മൾ കൂവള ഇലകൾ സമർപ്പിച്ച് മഹാലക്ഷ്മിയുടെ നാമങ്ങൾ ചൊല്ലാറുണ്ട്. അപ്പൊ മഹാലക്ഷ്മിക്ക് കൂവളയില സമർപ്പിച്ച് നാമങ്ങൾ ചൊല്ലുന്നത് മഹാലക്ഷ്മി തന്നെ ഋഷിവര്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അവർക്ക് എല്ലാ വിധത്തിലുമുള്ള അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന്, അതായത് ഋഷിവര്യന്മാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അത് സ്വർണമോ പണമോ ഒന്നുമല്ല, അവർക്ക് ജ്ഞാനം വേണം. അങ്ങനെ ആ രീതിയിലുള്ള ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ നേടുന്നതിനും നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാർക്ക് നമ്മുടെ ലൗകിക ജീവിതത്തിൽ നമുക്ക് സുഖഭോഗങ്ങൾ എന്തൊക്കെയാണോ ന്യായമായിട്ട് ആവശ്യമുള്ളത് അതൊക്കെ നേടുന്നതിനും വേണ്ടി മഹാലക്ഷ്മിക്ക് കൂവള ഇലകൾ സമർപ്പിച്ചുകൊണ്ട് ദേവിയുടെ നാമങ്ങൾ 24 നാമങ്ങൾ ചൊല്ലാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ ദിവസവും നമുക്ക് കൂവള ഇല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും കൂവള ഇലയും തുളസി ഇലയും നമുക്ക് വീണ്ടും വീണ്ടും ഭഗവാന് സമർപ്പിക്കാമെന്നാണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം 24 കൂവളയില നമുക്ക് ശേഖരിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മിയുടെ ആ 24 നാമങ്ങൾ ചൊല്ലി ഓരോ കൂവളയിലയായിട്ട് മഹാലക്ഷ്മിക്ക് സമർപ്പിക്കാവുന്നതാണ്. കൂവളമരത്തിന് ഇത്രയധികം പ്രാധാന്യം വന്നതിനു പിന്നിൽ പുരാണങ്ങളിൽ ഒരു കഥയുണ്ട്. മഹാലക്ഷ്മി എല്ലാ ദിവസവും 1000 താമരപ്പൂക്കൾ കൊണ്ട്
പരമശിവനെ പൂജിക്കുമായിരുന്നു എന്നാണ്. എല്ലാ ദിവസത്തെയും പോലെ ഒരു ദിവസം പൂജിച്ചു കൊണ്ടിരുന്നപ്പോൾ അവസാനം 2 താമരപ്പൂക്കളുടെ കുറവുകൾ ഉണ്ടായി എന്നും അപ്പോൾ ദേവി തന്റെ 2 മാറും വെട്ടി ഭഗവാന് സമർപ്പിക്കാൻ ശ്രമിച്ചു എന്നും ആണ് കഥ. ദേവി തന്റെ മാറ് വെട്ടി ഭഗവാന് സമർപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പരമശിവൻ അതിൽ സംതൃപ്തനായിട്ട് ദേവിയോട് അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞു എന്നും ദേവിയുടെ മാറിടത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് കൂവളമരം എന്നും ഒക്കെ പുരാണങ്ങളിൽ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂവളമരത്തിന്റെ ആ ഒരു പ്രാധാന്യത്തെ കുറിച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ ശിവനും മഹാലക്ഷ്മിക്കും ചില പ്രത്യേക മാസങ്ങളിൽ മഹാവിഷ്ണുവിനും കൂവള ഇല കൊണ്ട് അർച്ചന ചെയ്യാറുണ്ട്. ഇത്രയധികം പ്രാധാന്യമുള്ള കൂവളമരത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞതിന്റെ കാരണം നമുക്ക് ഈ ഒരു നാമം ചൊല്ലുമ്പോൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം കിട്ടുന്നതിന് വേണ്ടി 2 കൂവളമരത്തിന്റെ കായ്കളാണ് വേണ്ടത്. അതിപ്പോൾ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ പച്ചമരുന്ന് കടകൾ, അതായത് അങ്ങാടി കടകളിലൊക്കെ തന്നെ ഉണങ്ങിയ ബേൽ ഫ്രൂട്ട് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ, ഉണങ്ങിയ കൂവളത്തിന്റെ കായ്കൾ വാങ്ങാൻ കിട്ടും. ഈ ഒരു നാമം ചൊല്ലുമ്പോൾ നമ്മൾ നമ്മുടെ 2 കൈയിലും ഓരോ ഉണങ്ങിയ കൂവളത്തിന്റെ കായ്കൾ കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം ചൊല്ലേണ്ടത്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് ചിലപ്പോൾ ഈ ബേൽ ഫ്രൂട്ട് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് നെല്ലിക്ക കയ്യിൽ വെച്ചുകൊണ്ട് ചൊല്ലാവുന്നതാണ്. നെല്ലിക്കയും കിട്ടില്ല എന്നുള്ളവർക്ക് താമരപ്പൂ കയ്യിൽ വെച്ചുകൊണ്ട് ചൊല്ലാവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കൂവളത്തിന്റെ ആ ഒരു കായാണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞ ബേൽ ഫ്രൂട്ട് ആണെങ്കിൽ ഇവിടെ കാണിക്കുന്നുണ്ട്, അതാണെങ്കിൽ നമുക്ക് അത് എത്ര വർഷം വേണമെങ്കിലും അത് നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് ചൊല്ലാവുന്നതാണ് ഈ നാമം. അത് വർഷങ്ങളോളം ഇരുന്നുകൊള്ളും. എന്നാൽ നെല്ലിക്കയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോഴേക്കും, നമുക്കിത് 16 ദിവസമാണ് ചൊല്ലേണ്ടത്, അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും പുതിയ 2 നെല്ലിക്ക ഉപയോഗിക്കേണ്ടതായി വരും. എന്നാൽ താമരപ്പൂ ആണെങ്കിലോ എല്ലാ ദിവസവും നമുക്ക് താമരപ്പൂ, പുതിയത് ഫ്രഷ് ആയിട്ടുള്ള താമരപ്പൂ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഏറ്റവും നല്ലത് ബേൽ ഫ്രൂട്ട് ആണ്. ഓൺലൈൻ സൈറ്റുകളിലൊക്കെ തന്നെ ഇപ്പോൾ ബേൽ ഫ്രൂട്ട് അവൈലബിൾ ആണ്. കുറച്ച് ദിവസം കാത്തിരുന്ന് 2 ബേൽ ഫ്രൂട്ട് കിട്ടിയതിന് ശേഷം ഈ നാമം ചൊല്ലാൻ തുടങ്ങാവുന്നതാണ്. ഇനി ഈ നാമം നമ്മൾ എത്ര ദിവസമാണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞാൽ 16 ദിവസമാണ്. എത്ര തവണയാണ് ഈ 2 വരി ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞാൽ 16 തവണയാണ് ഓരോ ദിവസവും ചൊല്ലേണ്ടത്. അപ്പോൾ ഇത് ചൊല്ലിയതിന് ശേഷം ചൊല്ലേണ്ട 2 നാമങ്ങൾ കൂടി ഞാനിവിടെ പറയുന്നുണ്ട്. ടോട്ടലായിട്ട് 3 നാമങ്ങൾ നമുക്ക് ചൊല്ലേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ മറ്റേതൊരു നാമം ചൊല്ലുന്നുണ്ടെങ്കിലും ഈ ഒരു നാമം ചൊല്ലുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. ഇനി ഈ നാമം നമുക്ക് വീണ്ടും എപ്പോൾ ചൊല്ലാമെന്ന് പറഞ്ഞാൽ ഒന്നിരാടം മാസങ്ങളിൽ നമുക്ക് ഒരു 16 ദിവസം പീരിയഡ്സ് എല്ലാം കഴിഞ്ഞിട്ടുള്ള 16 ദിവസം കണ്ടിന്യൂസ് ആയി ഈ നാമം ചൊല്ലുന്നത്, നമുക്കിങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയി ചൊല്ലുന്നത് വഴി നമുക്ക് തന്നെ കാണാൻ സാധിക്കും നമ്മുടെ ഇൻകത്തിൽ നല്ല ഒരു പുരോഗതി ഉണ്ടാകുന്നത്. പ്രൊമോഷൻ ഒക്കെ കിട്ടാതിരിക്കുന്നവർക്കാണെങ്കിൽ പ്രൊമോഷൻ കിട്ടും. ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ബിസിനസ്സിലൊക്കെ നല്ല അഭിവൃദ്ധി ഉണ്ടാകും. ഇനി നമുക്ക് ശ്രീ സൂക്തത്തിലെ ആ 2 വരികൾ ഏതാണെന്ന് നോക്കാം. ആദിത്യവർണേ തപസോതി ജാതോ വനസ്പതിസ്തവ വൃക്ഷോദ ബിൽവഹ. ആദിത്യവർണേ തപസോതി ജാതോ വനസ്പതിസ്തവ വൃക്ഷോദ ബിൽവഹ. ഇതാണ് ആ 2 ലൈൻസ്. ഈ 2 ലൈൻസ് മാത്രമാണ് നമ്മൾ 16 ടൈംസ് ചൊല്ലേണ്ടത്. അതിനുശേഷം നമ്മൾ മഹാലക്ഷ്മിയുടെ ഗായത്രി മന്ത്രം 3 തവണ ചൊല്ലണം. ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണു പത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. ഇതൊക്കെ ചൊല്ലുമ്പോൾ നമ്മുടെ 2 കൈയിലും ഓരോ ബേൽ ഫ്രൂട്ടോ അല്ലെങ്കിൽ ഓരോ നെല്ലിക്കയോ അല്ലെങ്കിൽ ഓരോ താമരപ്പൂവോ ഉണ്ടായിരിക്കണം. ഇപ്പോൾ താമരപ്പൂ എന്ന് പറയുമ്പോൾ സിൽവറിന്റെ ഒക്കെ താമരപ്പൂ അല്ല, ഫ്രഷ് താമരപ്പൂ വെക്കുന്നതിനാണ് ഗുണം കൂടുതലായി കിട്ടുന്നത്. ഇനി മൂന്നാമതായിട്ട് ചൊല്ലേണ്ടത് ശ്രീം ശ്രീഫലായേ നമഃ. ശ്രീഫലം എന്ന് ഇവിടെ നമ്മൾ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത് കൂവള മരമാണ്. ശ്രീഫലം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ നെഞ്ചിൽ നിന്നും ആവിർഭവിച്ച ആ ഒരു കൂവള മരത്തെയാണ് നമ്മളിവിടെ നാമം ചൊല്ലുന്നത്.
അതുകൊണ്ട് തന്നെ 108 തവണയാണ് ചൊല്ലേണ്ടത്. രണ്ട് കൈയിലും ഇത് വെച്ചുകൊണ്ട് എങ്ങനെ 108 തവണ ചൊല്ലാമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത് ചൊല്ലുന്നതിന് മുൻപായിട്ട് 108 തവണ ശ്രീം ശ്രീ ഫലായേ നമഃ എന്ന് ചൊല്ലി എത്ര സമയം എടുക്കുന്നു എന്ന് മാത്രം നോക്കുക. അതിനുശേഷം ഈ ഒരു നാമം ചൊല്ലാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മൊബൈൽ എടുത്ത് അടുത്ത് വെച്ചിട്ട് ടൈം മാത്രം ഒന്ന് നോക്കി അതിനനുസരിച്ച് ചൊല്ലിയാൽ മതി. അല്ലാതെ കറക്റ്റായിട്ട് 108 ആയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രശ്നവുമില്ല. ഇനി 108ൽ കൂടുതൽ ചൊല്ലിയാലും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ 3 നാമങ്ങളാണ് നമ്മൾ ഒരേ സമയം ഇരുന്ന് ചൊല്ലേണ്ടത്. ഇനി ഈ ഒരു നാമം നമ്മൾ ചൊല്ലി തുടങ്ങേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ശുക്രഹോര സമയത്ത് വേണം ചൊല്ലേണ്ടത്. ഇവിടെ രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് ചൊല്ലാം. അതുപോലെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയുള്ള സമയത്തും നമുക്ക് ഈ ഒരു നാമം ചൊല്ലാവുന്നതാണ്. നമ്മുടെ പൂജാമുറിയിലോ എവിടെയാണോ ഇരുന്ന് ചൊല്ലുന്നത് അവിടെ ഒരു ചെറിയ ദീപം കൊളുത്തി വെച്ചിട്ട് ചൊല്ലാവുന്നതാണ്. ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ആരും ഡിസ്റ്റർബ് ചെയ്യില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്തിരുന്ന് ചൊല്ലാമെന്നുണ്ടെങ്കിൽ ദീപമൊന്നും കൊളുത്താതെ തന്നെ അവർക്കിരുന്ന് ചൊല്ലാവുന്നതാണ്. വടക്കോട്ട് നോക്കിയിരുന്ന് ചൊല്ലുക, അല്ലെങ്കിൽ കിഴക്കോട്ട് നോക്കിയിരുന്ന് ചൊല്ലുക, അതാണ് ഏറ്റവും നല്ലത്. ഇതുകൂടാതെ വെള്ളിയാഴ്ച രാത്രിയുള്ള ശുക്രഹോര സമയത്തും ചൊല്ലാവുന്നതാണ്. അപ്പോൾ രാത്രിയിലൊക്കെ മഹാലക്ഷ്മി പൂജ ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ സമയം തികയാതെ വരും. അങ്ങനെയുള്ളവർക്ക് രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ഉള്ള ശുക്രഹോര സമയത്ത് ഇത് ചൊല്ലി തുടങ്ങാവുന്നതാണ്. ഇത് വെള്ളിയാഴ്ച മുതൽ കണ്ടിന്യൂസ് ആയിട്ട് 16 ദിവസമാണ് ചൊല്ലേണ്ടത്. മറ്റെല്ലാ ദിവസവും ഒന്നുകിൽ നിങ്ങൾക്ക് രാവിലെ ചൊല്ലാം, അതല്ല നിങ്ങൾക്ക് എല്ലാ ദിവസവും ശുക്രഹോര സമയം കണ്ടുപിടിച്ച് ആ സമയത്ത് ചൊല്ലാൻ സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും ബാക്കി 15 ദിവസവും ശുക്രഹോര സമയമൊക്കെ കണ്ടുപിടിച്ച് ചൊല്ലാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രാവിലെ നിങ്ങൾ ഒരു ഫിക്സഡ് ടൈം 6 മണി മുതൽ 7 മണി വരെയോ 7 മണി മുതൽ 8 മണി വരെയോ അല്ലെങ്കിൽ 8 മണി മുതൽ 9 മണി വരെയോ ഏതെങ്കിലും ഒരു ടൈം ഫിക്സ് ചെയ്യുക. ആ ഒരു സമയത്ത് എല്ലാ ദിവസവും ഈ നാമങ്ങൾ ചൊല്ലുക. 2 ലൈൻസ് 16 തവണ, ഗായത്രി മന്ത്രം 3 തവണ, ശ്രീ ഫലായേ നമഃ എന്നുള്ളത് 108 തവണ. ഇങ്ങനെയാണ് ചൊല്ലേണ്ടത്. 16 ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ 2 കൂവളത്തിന്റെ കായ്കളും നമ്മുടെ പൂജാമുറിയിൽ എവിടെയെങ്കിലും സൈഡിലായിട്ട് സൂക്ഷിച്ചു വെക്കാം, അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ താഴെ വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ പൂജാമുറിയും പൂജാ ഷെൽഫും ഇല്ലാത്തവർക്ക് നിങ്ങൾ എവിടെയാണോ പൈസ വെക്കുന്നത് ആ സേഫിനകത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു മാസം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാസം ഇത് ചൊല്ലേണ്ട ആവശ്യമില്ല. അതിനടുത്ത മാസം വീണ്ടും 16 ദിവസം ഇത് കണ്ടിന്യൂസ് ആയി ചൊല്ലുക. എന്തിനാണ് നമ്മൾ എപ്പോഴും ചൊല്ലുന്നത് എന്ന് പറഞ്ഞാൽ, എപ്പോഴും ഞാൻ പറയാറുണ്ട്, മഹാലക്ഷ്മി സ്ഥിരമായി എവിടെയും നിൽക്കില്ല. അപ്പൊ നമുക്ക് എപ്പോഴും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം, നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കണം. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ജൂൺ മാസത്തിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ജൂലൈയിൽ ചൊല്ലേണ്ട, ഓഗസ്റ്റിൽ വീണ്ടും നമ്മൾ ചൊല്ലണം. അല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫലം കിട്ടില്ല. കാരണം നമ്മൾ എപ്പോഴും മഹാലക്ഷ്മിയെ ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടേ ഇരിക്കണം. ഇനിയിപ്പോൾ നിവേദ്യം വെക്കണമോ എന്ന് പലർക്കും സംശയം ഉണ്ടായിരിക്കും. 1 സ്പൂൺ പഞ്ചസാരയെങ്കിലും വെച്ചുകൊണ്ട് ചൊല്ലുന്നതാണ് നല്ലത്. നാമെല്ലാം ചൊല്ലിക്കഴിഞ്ഞിട്ട് അത് നമുക്ക് തന്നെ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഈ 16 ദിവസവും വെക്കുന്ന ആ പഞ്ചസാര നമുക്ക് ചെറിയൊരു കുപ്പിയിലാക്കി വെച്ചിട്ട് വീട്ടിൽ പായസമോ സ്വീറ്റ്സോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ദിവസവും ഈ 1 സ്പൂൺ പഞ്ചസാര വെക്കുന്നത് കഴിക്കാൻ പറ്റില്ല അന്ന് തന്നെ എന്നുള്ളവർക്ക് വീട്ടിൽ പഴം, നട്ട്സ്, ഡ്രൈ ഗ്രേപ്സ്, തേൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കാവുന്നതാണ്. ഒന്നും വെക്കണ്ട എന്നല്ല പറഞ്ഞത്. 1 സ്പൂൺ പഞ്ചസാരയെങ്കിലും വെച്ചുകൊണ്ട് വേണം ചൊല്ലേണ്ടത് എന്നുള്ളതാണ്. ഒരുപാട് നിവേദ്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരേ ഒരു നിവേദ്യത്തിന്റെ ആവശ്യമേ ഉള്ളൂ. ഈ 16 ദിവസം നമ്മളത് ചൊല്ലുമ്പോൾ മാത്രം വെച്ചാൽ മതി. ഇപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇത് ചൊല്ലിക്കഴിയുമ്പോൾ 1 കൂവളത്തിന്റെ കായ് വേണം പൂജാമുറിയിൽ വെക്കേണ്ടത്. 1 കൂവളത്തിന്റെ കായ് നമ്മൾ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് അവിടെയാണ് വെക്കേണ്ടത്. ഇത് എത്ര കാലം ഈ കൂവളത്തിന്റെ കായ് വെക്കാമെന്ന് പറഞ്ഞാൽ, ആ കായ് വല്ലാതെ ഉണങ്ങി പോയി കഴിയുമ്പോൾ മാത്രം അതെടുത്ത് മാറ്റിയിട്ട് പുതിയത് വാങ്ങി വെച്ചാൽ മതി. അതുവരെയും നമുക്ക് അത് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പൂജാമുറി ഉള്ളവർ 1 കൂവളത്തിന്റെ കായ് പൂജാമുറിയിലും 1 എണ്ണം
അലമാരിയിലുമാണ് വെക്കേണ്ടത്. പൂജാമുറിയും പൂജാ ഷെൽഫും ഇല്ലാത്തവരാണെങ്കിൽ 2 എണ്ണവും അലമാരയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാം. ഓൾട്ടർനേറ്റ് മന്ത്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും കയ്യിൽ എടുത്തുകൊണ്ട് വന്ന് ചൊല്ലാവുന്നതാണ്. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ശ്രീ സൂക്തം എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു നാമമാണ്. അപ്പോൾ എല്ലാ ദിവസവും ശ്രീ സൂക്തം ചൊല്ലാൻ അറിയാത്തവരാണെങ്കിൽ പോലും ഇത് ഓൾട്ടർനേറ്റ് മന്ത്സ് 16 ദിവസം ചൊല്ലുന്നത് വഴി നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യത്തിനുള്ള ധനവരവ് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ 16 ദിവസം നമ്മൾ ചൊല്ലുമ്പോൾ ആദ്യത്തെ ദിവസവും 16ാമത്തെ ദിവസവും ദേവിക്ക് സ്പെഷ്യലായിട്ടൊരു നിവേദ്യം നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ വെക്കാവുന്നതാണ്. അതായത് ദേവിക്ക് ഇഷ്ടമുള്ള എന്തും, പാൽപായസം, ശർക്കര പായസം, നെയ്പായസം, അങ്ങനെ എന്തും നമുക്ക് സമർപ്പിക്കാവുന്നതാണ് ആദ്യത്തെ ദിവസവും 16ാമത്തെ ദിവസം. അത് അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഒന്നും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ 16ാമത്തെ ദിവസം ഒരു ഗ്ലാസ് പാല് കാച്ചി പഞ്ചസാര ഇട്ട് വെച്ചാൽ മാത്രം മതി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.